എറണാകുളത്ത് സിഐഎസ്എഫുകാർ കാറിടിച്ചു യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. സിഐഎസ്എഫ് ഡിഐജി ആർ പൊന്നിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. എസ്ഐ വിനയ്കുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവർ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഐവൻ ജിജോയെ കാറിടിച്ചു കൊലപ്പെടുത്തിയത്. കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട ഐവൻ ജിജോയുടെ അമ്മ പറഞ്ഞു. മൃഗീയമായ ഇത്തരം കൊലപാതകങ്ങളിൽ ശിക്ഷ വിധിക്കാൻ കോടതി നടപടികൾ വൈകിപ്പിക്കരുതെന്നും അമ്മ റോസ്മേരി മീഡിയ വണിനോട് പ്രതികരിച്ചു. എൻ്റെ കൊച്ചിൻ്റെ ആ കൊലപാതകം നല്ല രീതിയിൽ അന്വേഷിച്ച് കൊലപാതകികളെ തക്കതായ ശിക്ഷ കൊടുത്ത് അവരെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്ത് അവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇനി ഒരു മകനും 24 വയസ്സ് വരെ ഞാൻ വളർത്തതാണ്. 25ാമത്തെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ 19 അത്രയും നാൾ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മയുടെ ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും തീർന്നു. എൻ്റെ മകൻ ഈ ദുർഗതി വന്നതിൽ ഒത്തിരി വിഷമമുണ്ട്. പക്ഷേ ഒരമ്മയ്ക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ ഒരു കാര്യമേ അല്ല. അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും എൻ്റെയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയുണ്ട്. അത് ഏതറ്റം വരെയും ഞങ്ങൾ പോകാൻ തയ്യാറുമാണ്. മോഹ്സിന അസോ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മോഹ്സിന, ക്രൂരമായ കൊലപാതകമാണ് നെടുമ്പാശ്ശേരിയിൽ ഉണ്ടായത്. ഇപ്പോൾ സിഐഎസ്എഫിന്റെ ആഭ്യന്തര അന്വേഷണത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഏത് രീതിയിലായിരിക്കും അന്വേഷണം? ആരൊക്കെയാണ് ടീമിലുള്ളത്? അമൃത, അതിക്രൂര കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ സിഐഎസ്എഫ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഈ 2 ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായാണ് അന്വേഷണം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ ഡിഐജി ആർ പൊന്നി, അതായത് എയർപോർട്ട് സദേൺ സോൺ ഡിഐജി ആർ പൊന്നിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് വലിയ രീതിയിൽ അന്വേഷിച്ചു വരുന്നത്. സ്വാഭാവികമായും പൊതുമധ്യത്തിലാണ് ഈ ക്രൂരത ഉള്ളത്. അതായത് CCTV ദൃശ്യങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു അന്വേഷണം നടത്തുക, അതുപോലെ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിലുണ്ട്. അത്തരത്തിലുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണെങ്കിലും നമ്മൾ ഈ ഐബിന്റെ അമ്മയുടെ പ്രതികരണം കൂടി കേട്ടു. അതായത് മകന് നേരിടേണ്ടി വന്ന ഒരു അനുഭവം, വലിയ രീതിയിൽ ക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകം, ഈ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകണം, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് തന്നെയാണ് അമ്മയുടെയും ആവശ്യം. ആ നീതി ലഭിക്കുന്നതുവരെ ഏതറ്റം വരെയും ഈ നിയമ നടപടികളുമായി കുടുംബം മുന്നോട്ടു പോകും. മാത്രമല്ല, ഇനി ഇത്തരത്തിലൊരു അവസ്ഥ ആർക്കും ഉണ്ടാകരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി അമ്മ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടാൻ ഈ അന്വേഷണ സംഘം ഈ നായത്തോട്, അതായത് സംഭവം നടന്ന പ്രദേശത്തെത്തുകയും കൂടുതൽ ആളുകളിൽ നിന്ന് മൊഴിയെടുക്കുകയൊക്കെ തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായി പ്രാഥമിക ഘട്ടത്തിൽ ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ എടുക്കുന്ന ആ സമയത്ത് തന്നെ ഈ സിഐഎസ്എഫിന്റെ ഭാഗത്തു നിന്ന് ഒരു ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായുള്ള മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ റിമാൻഡിലാണ് ഈ 2 പ്രതികളുമുള്ളത്. നിലവിൽ നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാനിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടേണ്ടതുണ്ട്. ഇതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. ഈ സമാന്തരമായി തന്നെ സിഐഎസ്എഫിന്റെ അന്വേഷണം ഉണ്ടാകും. ഇതിൽ സുപ്രധാനമായ ഒരു കാര്യം, കുടുംബവും ഇക്കാര്യം പങ്കുവെക്കുന്നുണ്ട്. അതായത് ഈ ഒരു അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നതിന് ശേഷം ഈ വാഹനം ഓടിച്ച വിനയ്കുമാറിനെ നാട്ടുകാർ മർദ്ദിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നതിന് ശേഷം പിറ്റേ ദിവസം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. അത് സിഐഎസ്എഫ് ഉൾപ്പെടെ അതിന്റെ ഈ അന്വേഷണ ചുമതലയുള്ള ആളുകൾ ഉൾപ്പെടെ ഗൗരവതരമായി തന്നെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള വകുപ്പ് തല നടപടികൾക്കും ഒരുപക്ഷെ സാധ്യതയുണ്ട്. കാരണം ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ടും ഒരാൾ കൊല്ലപ്പെട്ടതിന് ശേഷവും എങ്ങനെയാണ് ഒരാൾക്ക് ജോലിയിൽ തിരികെ കയറാൻ സാധിച്ചത്? ഈ ഉദ്യോഗസ്ഥനെ പോലീസ് ഈ സ്ഥലത്തെത്തി തന്നെയാണ് കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അതിനാരാണ് ഒത്താശ ചെയ്തു കൊടുത്തത് എന്നതടക്കമുള്ള അന്വേഷണങ്ങളും ഒരു വഴിക്ക് നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഈ റിമാൻഡ് റിപ്പോർട്ടൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണുള്ളത്. അത് ഇന്റൻഷനലി ആണ് ഇത്തരത്തിലുള്ള ക്രൂരമായൊരു കൊലപാതകം നടന്നത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന ശിക്ഷ ലഭിക്കാൻ വേണ്ടിയുള്ള നിയമ പോരാട്ടം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത്തരത്തിലുള്ള ആഭ്യന്തര അന്വേഷണം സിഐഎസ്എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പോലീസ് നടപടിയും ശക്തമാക്കുമെന്ന് തന്നെയാണ് റൂറൽ SP ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അമൃത. ശരി മോഹ്സിന.